JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. KSCRDBയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റീജിയണൽ മാനേജർ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള സിലബസും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, നിങ്ങൾക്ക് ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും പ്രീവിയസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്റ്റഡി മെറ്റീരിയലും അതോടൊപ്പം തന്നെ അതിൻ്റെ വേക്കൻസിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കൺഫർമേഷൻ കൊടുത്തത് എത്ര പേരാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം അതിൻ്റെ സ്കെയിൽ ഓഫ് പേ, നെയിം ഓഫ് കൺസേൺ KSCRDBയുടെയാണ്, നെയിം ഓഫ് പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 29,780, 80,230 ആണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 അതുപോലെ തന്നെ അതിൻ്റെ റീജിയണൽ മാനേജർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്, അതിൻ്റെ റീജിയണൽ മാനേജറുടെ സ്കെയിൽ ഓഫ് പേ 25,780, 76,305 ആണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അവിടെ നമ്പർ ഓഫ് വേക്കൻസീസ് 5 ആണ് വരുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും റീജിയണൽ മാനേജറിൻ്റെ സ്കെയിൽ ഓഫ് പേയിൽ വ്യത്യാസമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സ്കെയിൽ ഓഫ് പേ 29,780 ആണ്, 80,230. അതുപോലെ തന്നെ എന്നാൽ റീജിയണൽ മാനേജറുടെ സ്കെയിൽ ഓഫ് പേ 25,780 ആണ്, 76,305 ആണ് റീജിയണൽ മാനേജറുടെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അവിടെ വേക്കൻസീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ വേക്കൻസി 1 ആണ്, റീജിയണൽ മാനേജറുടെ വേക്കൻസി 5 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആൻഡ് അഗ്രികൾച്ചറൽ ബാങ്കിങ് അതിന് 20 മാർക്ക്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് എന്റർപ്രൈസസ്, കോപ്പറേറ്റീവ് ലോ, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് അതിന് 15 മാർക്ക്, ബാങ്കിങ് മോഡേൺ ആണ് അതിന് 10 മാർക്ക്, കൊമേഴ്സ് 10 മാർക്ക്, ഫിനാൻസ് ആൻഡ് HR അതിന് 30 മാർക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ 5 മാർക്ക്, ടാക്സ് 5 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ഈ സിലബസും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ തന്നെ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഓരോ ടോപ്പിക്കും, ഈ കോർപ്പറേഷൻ ആൻഡ് അഗ്രികൾച്ചർ ബാങ്കിങ്ങും അതുപോലെ തന്നെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, കോപ്പറേറ്റീവ് എന്റർപ്രൈസസ്, ബാങ്കിങ്, കൊമേഴ്സ്, ഫിനാൻസ് ആൻഡ് HR, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ടാക്സ്, ഈ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ ഇതുവരെയുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും എല്ലാം തന്നെ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, ഓരോന്നും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കോർപ്പറേഷൻ ആൻഡ് അഗ്രികൾച്ചർ ബാങ്കിങ് അതിൻ്റെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ താഴെ എക്സ്പ്ലനേഷനും ഉൾപ്പെടുത്തിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോന്നും നിങ്ങൾക്ക് കാണാം. കൊമേഴ്സിൻ്റെ ആണെങ്കിലും ചോദ്യങ്ങളും ഉത്തരങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാക്സിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഇതുപോലെ എല്ലാ ടോപ്പിക്കും കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പരീക്ഷാ തീയതി എന്നാണ് 14/1/2026 പരീക്ഷ നടക്കുന്നത്. ജനുവരി 14 2026 ജനുവരി 14 പരീക്ഷ, വെനസ്ഡേ ആണ്. അതിൻ്റെ അപേക്ഷകളുടെ എണ്ണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ 029/2020 അതിൻ്റെ അപേക്ഷകരുടെ എണ്ണം കൺഫർമേഷന് ശേഷം 11,632 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. 030/2020 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതിൻ്റെ ഇക്വേറ്റഡ് കാറ്റഗറീസ് വിസ് ചീഫ് ഇൻസ്പെക്ടിംഗ് ഓഫീസർ സൊസൈറ്റി കാറ്റഗറിയാണ്. അവിടെ 37 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്ത റീജിയണൽ മാനേജറാണ്. റീജിയണൽ മാനേജറുടെ 032/2020 അവിടെ 10,729 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൊസൈറ്റി കാറ്റഗറി 033/2026 റീജിയണൽ മാനേജറുടെ 45 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. പരീക്ഷാ തീയതി എന്നാണ് 14/1/2026 പരീക്ഷ ഉള്ളത്. അപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സാം ക്രാക്കറായിട്ടാണ് ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ച് നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.